ഹലോ, ഞാൻ ലിപില്ലി. അപ്പോൾ ഞാനിന്ന് സൈജു കുറുപ്പിൻ്റെ ഭരതനാട്യം സിനിമ കണ്ടു. അതായത് സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി കോമഡി മൂവി അങ്ങനെ അതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൈജു കുറുപ്പ് ഇപ്പോൾ സ്ഥിരം റോള് തന്നെ ആയിട്ട് വരണം. കാരണം ഏകദേശം പുള്ളിയുടെ റോളുകളെല്ലാവരും ഈ ഇന്നിപ്പോൾ ഭരതനാട്യത്തിലെ പോലെ തന്നെ ഒരു റോളാണ്. അതായത് എന്നിട്ട് ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമില്ലേ, ആ ഒരു കഥാപാത്രം. പക്ഷേ ഒരു തരത്തിലും ബോറടിച്ചില്ല കേട്ടോ പടം കണ്ടപ്പോൾ. പിന്നെ സൈജു കുറുപ്പിലായിട്ട് ഇതിൽ അജു വർഗീസൊക്കെ ഉണ്ട്. അജു വർഗീസിനെ പക്ഷേ ഒരു ചെറിയ റോളാണ്, പുള്ളി അധികം കാര്യമായിട്ടില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് സൈജു കുറുപ്പിൻ്റെ ഒപ്പം ഒരു ടിൻസായിട്ട് രണ്ടുപേരും അഭിനയിച്ചു. അവർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒന്നും പറയില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങളുണ്ട്, പക്ഷേ എല്ലാവരും പേര് ഞാൻ എടുത്ത് പറയല്ല, പേര് എനിക്കറിയാനും പാടില്ല. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറി കാണാവുന്ന പടമാണ് ഭരതനാട്യം. അത് തുടക്കം കുറച്ച് ലാഗിലാണ് തുടങ്ങിയെങ്കിലും ലാഗിൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തുടങ്ങിയ പടവും ഇങ്ങനെ തന്നെ ആയിരിക്കും, അത് സ്ലോ പേസിലേക്കും പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, പടത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങി ഫുൾ കോമഡി എൻ്റർടൈനറായിട്ട് വന്നതാണ്. അതായത് അനാവശ്യമായിട്ട് ഒരു കോമഡി പോലും ഇല്ല, എല്ലാം വരേണ്ട സ്ഥലത്ത് കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാവരും ഏറ്റ കോമഡിയാണ് വന്നേക്കുന്നത്. എന്തായാലും ഒരു വാച്ചബിളായിട്ട് തോന്നി, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എന്തായാലും ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ കണ്ടു നോക്കി ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന പടമാണ് ഭരതനാട്യം.